അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പലർക്കും തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇത് പണം മാത്രമല്ല, ഇത് അഭിമാനം, ഭയം, ഉറക്കം, മനസ്സമാധാനം എല്ലാം ചേർന്നൊരു വിഷയമാണ്. അതെ, കടം. ഇന്ന് എത്ര പേർ രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ ഈ ചിന്തയുമായി ഉറങ്ങുന്നുണ്ടാകും? എങ്ങനെ ഇത് തീർക്കും? ആർക്കു മുഖം കാണിക്കും? നാളെ എന്തു ചെയ്യും? പലരും ചിരിച്ച മുഖത്തോടെ നടക്കുന്നു, പക്ഷെ ഉള്ളിൽ അവർ തകർന്നിരിക്കുന്നു. ചിലർക്ക് കടം വന്നത് ആഡംബര ജീവിതം കൊണ്ടല്ല, ഉമ്മയുടെ ചികിത്സക്ക്, കുട്ടികളുടെ പഠനത്തിന്, വീട്ടിലെ ആവശ്യങ്ങൾക്ക്. അവർ കുറ്റക്കാരല്ല. പക്ഷെ പ്രശ്നമെവിടെയാണ്? കടം വന്നാൽ മനസ്സ് തളരുന്നു, ഈമാൻ തളരുന്നു, ദുആ കുറയുന്നു, പ്രതീക്ഷ കുറയുന്നു. പലരും ചിന്തിക്കുന്നു, എന്തല്ലാഹു എന്നെ ഉപേക്ഷിച്ചോ? എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ? പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സത്യമാണ്. കടം അല്ലാഹുവിൻ്റെ ശിക്ഷയല്ല. കടം നിന്റെ അവസാന കഥയുമല്ല. ഇതൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ നിന്നും വിജയത്തോടെ പുറത്തു വരാനുള്ള വഴി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും, കടത്തെക്കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു, കടത്തിൽ നിന്ന് വിടുതൽ നേടാനുള്ള ദുആകൾ, റിസ്ക് വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ, പ്രായോഗിക ജീവിത മാറ്റങ്ങൾ. ഇതൊരു പ്രഭാഷണം മാത്രമല്ല, ഇതൊരു റോഡ് മാപ്പാണ്. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലായാലും, വലിയ കടം, ചെറിയ കടം, കടം വരുമോ എന്ന ഭയം, ഈ സംസാരത്തിൽ നിന്ന് ഒരു കാര്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഒരു ചെറിയ അഭ്യർത്ഥന ഈ സംസാരത്തിൻ്റെ സമയത്ത് മനസ്സിൽ പറയുക, യാ അല്ലാഹ്, ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കണമേ, എൻ്റെ അവസ്ഥ നീ മാറ്റണമേ. ഇനി നമുക്ക് തുടങ്ങാം. കടത്തെക്കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു? ഇസ്ലാം ഒരു